വയനാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് കേവലം 1% വോട്ടാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയ മുന്നേറ്റം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായപ്പോൾ, വലിയൊരു പോരാട്ടം നടന്നപ്പോൾ ബി.ജെ.പിക്ക് ഒരു സാധാരണ വനിതയെ ഒരു വെറും കൗൺസിലറായിട്ടുള്ള ഒരാളുടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ കുറഞ്ഞിരിക്കുന്നത് കേവലം 1% വോട്ടാണ്. അതേ സമയത്ത് നമ്മൾ കാണണം, ഇടതുപക്ഷത്തിന്റെ സത്യൻ ബൊഗേരി ഇതിനു മുമ്പ് 3.5 ലക്ഷം വോട്ട് അവിടെ നേടിയിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 2 ലക്ഷം കഷ്ടിച്ച് നേടി ഗതികെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ഇടതുപക്ഷം ഇവിടത്തെ പ്രിയങ്കയ്ക്കെതിരെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഡീലായിട്ടാണ് കാണേണ്ടത്. അപ്പോ ഇത് ഇടതുപക്ഷം പ്രിയങ്കയുടെ കാൽപാദങ്ങളിൽ ആ വയനാടിനെ സമർപ്പിച്ച അതീവ ഗുരുതരമായ ഒരു ഡീലാണ് പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്, ഞാൻ ചേലക്കരയിലായിരുന്നു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ആ ചേലക്കരയിൽ ബി.ജെ.പിക്ക് 10,000 വോട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് നെയ്യാറ്റിൻകരയും അരുവിക്കരയും കോന്നിയും മഞ്ചേശ്വരവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനോട് ചേർത്ത് കെട്ടാവുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഇന്ന് റിസൾട്ട് വന്നിരിക്കുന്ന ചേലക്കരയിൽ ഒരു സാധാരണ കർഷകൻ, ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം 10,000 വോട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതും ബി.ജെ.പി കേരളത്തിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ എഴുതി തള്ളേണ്ട പാർട്ടിയല്ല. ബി.ജെ.പിക്ക് പ്രവർത്തകർ ഒരുമ്പെട്ടിറങ്ങിയാൽ ഏത് ഇറങ്ങണം, ബി.ജെ.പിയുടെ തന്നെ നേതാക്കളാണ് തീരുമാനിക്കണം.